ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ്റെ ജന്മത്തിരുനാൾ ഒരുക്കമായുള്ള ഈ ധ്യാന പരമ്പരയുടെ 17-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ഔസേപ്പിതാവ് യേശുവിൻ്റെ ജനനത്തിലും യേശുവിൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും യേശുവിൻ്റെ കൂടെ നടന്ന ഒരു വ്യക്തിത്വമാണ്. മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് ഔസേപ്പിതാവിനാണ് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ അത് മറിയത്തിനാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് വിവരണമനുസരിച്ച് വിശുദ്ധ ഔസേപ്പിതാവിനാണ് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ദൈവം വിശുദ്ധ ഔസേപ്പിതാവിനോട് ദൈവപുത്രൻ്റെ വളർത്തുപിതാവാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് ഒരു മാത്ര പോലും അതിനോട് ശങ്കിക്കുന്നില്ല, അതിനോട് കലഹിക്കുന്നില്ല. തീർച്ചയായും ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് ദൈവഹിതത്തിന് ആമേൻ പറയുകയാണ്. സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും നമ്മളെ വളരെ അതിശയിപ്പിക്കുന്നുണ്ട്. ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത രീതിയിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവ് തീർച്ചയായും ഒരു ശക്തമായ വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ വിശുദ്ധ ഔസേപ്പിതാവിനോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് ഔസേപ്പിനെ അറിയിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് പൂർണ്ണമായും ദൈവഹിതത്തോട് കീഴ്പ്പെടുകയാണ്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ, യേശുവിൻ്റെ വളർത്തുപിതാവായി ജീവിക്കാൻ വിശുദ്ധ ഔസേപ്പിതാവ് സ്വന്തം മനസ്സാൽ തിരുമനസ്സാവുകയാണ്. ഒരു മാത്ര പോലും ആരോടും ആലോചന ചോദിക്കുന്നില്ല. ഔസേപ്പിതാവ് ആലോചിക്കുന്നതും ഉത്തരം കണ്ടെത്തുന്നതും മുഴുവൻ ദൈവത്തോട് തന്നെയാണ്. ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും നിറവേറുമെന്ന് വിശ്വസിച്ച വിശുദ്ധ ഔസേപ്പിതാവ് അത് നിറവേറ്റാൻ വേണ്ടി ദൈവം തന്നെ സഹായിക്കും എന്ന് പൂർണ്ണമായ ഉറപ്പുണ്ടായിരുന്ന വിശുദ്ധ ഔസേപ്പിതാവ്. പ്രിയമുള്ളവരെ, ഈ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പിതാവിനെയാണ് തിരുക്കുടുംബത്തിൻ്റെ പാലകനായി സഭ ഉയർത്തുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷം എന്ന് പറയുന്നത് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ലോകത്തിൽ അനുവർത്തിക്കാൻ വേണ്ടി വിശുദ്ധ ഔസേപ്പിതാവ് തിരുമനസ്സായി. ഓരോ കുടുംബം സ്ഥാപിക്കുമ്പോഴും ദൈവത്തിന് വ്യക്തമായും ശക്തമായും ഒരു പദ്ധതി ഒരു കുടുംബത്തെക്കുറിച്ചുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സ് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിലെ ഓരോ അംഗങ്ങളെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. അത് കൂടിയാലോചനകളിലൂടെ ദൈവവുമായുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ തെളിയിച്ചെടുക്കേണ്ട ഒരു വസ്തുതയാണ്. പലപ്പോഴും ആധുനിക കുടുംബങ്ങൾക്ക് വരുന്ന ഏറ്റവും ശക്തമായൊരു അപകടം എന്ന് പറയുന്നത് സ്വന്തം കഴിവനുസരിച്ച് പ്രാപ്തി അനുസരിച്ച് പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. എന്നാൽ വിശുദ്ധ ഔസേപ്പിതാവ് തീർച്ചയായിട്ടും നമ്മളെ അമ്പരിപ്പിക്കുന്നത്, നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നത് വിശുദ്ധ ഔസേപ്പിതാവ് ആലോചന ചോദിക്കുന്നതെല്ലാം ദൈവത്തോടാണ്. വിശുദ്ധ ഔസേപ്പിതാവ് ഒരു പക്ഷേ തൻ്റെ കൂട്ടുകാരോടോ തൻ്റെ പ്രിയപ്പെട്ടവരോടോ ആലോചന ചോദിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ യേശുവിൻ്റെ ജനനം ഇനിയും വൈകിയേനെ. പക്ഷേ വിശുദ്ധ ഔസേപ്പിതാവ് തീരുമാനിക്കുകയാണ്, ദൈവം അരുൾ ചെയ്ത ഒരു കാര്യം അത് പൂർത്തിയാക്കാൻ ദൈവത്തിന് സാധിക്കും, ഞാൻ വെറും ഉപകരണമായി നിന്നു കൊടുത്താൽ മാത്രം മതിയെന്ന ഒരു ശക്തമായ ബോധ്യം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തിരുക്കുടുംബത്തിൻ്റെ പാലകനായി സത്യസഭ എടുത്തുയർത്തുന്നത് വിശുദ്ധ ഔസേപ്പിതാവിനെയാണ്. കാരണം വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ശക്തമായൊരു ഗുണവിശേഷം അവൻ മറിയത്തെ അപമാനിതയാക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ല. അത് ഔസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷമാണ്. മറിയത്തെ അപമാനിതയാക്കാൻ വേണ്ടി വിശുദ്ധ ഔസേപ്പിതാവ് ഇഷ്ടപ്പെട്ടില്ല. പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഈ ഒരു മനോഭാവം നമ്മൾ പതിയെ 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 വളർത്തിയെടുക്കണം. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും അപമാനിതരാക്കാൻ വേണ്ടി ഇഷ്ടപ്പെടാതെ,
അവരെയെല്ലാം ദൈവസ്നേഹത്താൽ നിറഞ്ഞ് സ്നേഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. വിശുദ്ധ ഔസേപ്പിതാവ് നമുക്ക് മാതൃകയായിട്ട് മാറുന്നത് അപ്രകാരമാണ്. ഓരോ കുടുംബത്തിലും പരസ്പരം മനസ്സിലാക്കേണ്ടതിൻ്റെ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടതിൻ്റെ പല കുറവുകളും പോരായ്മകളും എന്നും എക്കാലത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഔസേപ്പിതാവ് പകർന്നു നൽകുന്ന ഈ ഒരു മാതൃക നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പുലർത്തണം. സത്യസഭ തിരുക്കുടുംബത്തിൻ്റെ പാലകനായി വിശുദ്ധ ഔസേപ്പിതാവിനെ എടുത്തുയർത്തുമ്പോൾ മറിയത്തിന് ആവശ്യമായ സംരക്ഷണം, യേശുവിന് ആവശ്യമായ സംരക്ഷണം എല്ലാം കൃത്യമായി വിശുദ്ധ ഔസേപ്പിതാവ് അവർക്ക് വിളമ്പിക്കൊടുക്കുകയാണ്. കുടുംബത്തിൽ ഓരോ അംഗങ്ങൾക്കും തങ്ങൾക്ക് അർഹമായ നീതി ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് കുടുംബങ്ങളിലെ ഓരോ അംഗത്തിൻ്റെയും വലിയ ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഔസേപ്പിതാവ് തീർച്ചയായിട്ടും നമുക്കൊരു മാതൃകയാണ്. യേശുവിൻ്റെ വളർത്തുപിതാവാകാൻ വേണ്ടി സ്വർഗം സവിശേഷമായിട്ട് തിരഞ്ഞെടുത്ത വിശുദ്ധ ഔസേപ്പിതാവ് തീർച്ചയായും ഉത്തമനായ ഒരു വ്യക്തി തന്നെയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിനെ തിരുസഭയുടെ പാലകനായും നൽമരണത്തിൻ്റെ മധ്യസ്ഥനായും കന്യാവൃതക്കാരുടെ കാവൽക്കാരനായും അങ്ങനെ വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ സഭ പ്രതിഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കരങ്ങളിൽ ഇതെല്ലാം സുരക്ഷിതമാണ് എന്ന ഉത്തമമായ ബോധ്യമാണ് സഭയ്ക്കുള്ളത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്ന അടുത്ത ഒരുക്കത്തിലായിരിക്കുന്ന ഈ സമയം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃകയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യവും നമുക്കെപ്പോഴും തുണയായിട്ട് മാറണം. ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ ദൈവം ശക്തനാണ്, ഞാൻ വെറും ഉപകരണമായി നിന്നുകൊടുത്താൽ മാത്രം മതിയെന്ന ഈ ബോധ്യം നമ്മുടെ ജീവിതത്തെയും ശക്തമായ രീതിയിൽ സ്വാധീനിക്കണം, ശക്തിപ്പെടുത്തണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ നമ്മൾ പോകുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പടവെട്ടുമ്പോൾ എന്തെന്നില്ലാത്ത രീതിയിൽ ആകുലതയും ആശങ്കയും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കാതെ വരുമ്പോൾ വലിയ നിരാശയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ നമ്മളെ ഉള്ളംകൈയിൽ സംരക്ഷിക്കുന്ന ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചതിന് ശേഷം ഓരോ പ്രവൃത്തികളും ചെയ്യാൻ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. സുവിശേഷങ്ങളിൽ 4 സുവിശേഷവും മറിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് ഒരു വാക്കുപോലും മന്ത്രിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. ഒരു വാക്കുപോലും വിശുദ്ധ ഔസേപ്പിതാവ് സംസാരിക്കുന്നില്ല. പക്ഷേ ഔസേപ്പിതാവ് സംസാരിക്കുന്നത് മുഴുവൻ ദൈവത്തോടാണ്. വിശുദ്ധ ഔസേപ്പിതാവ് നിർവഹിച്ചതെല്ലാം ദൈവത്തിൻ്റെ മനസ്സുമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുമനസ്സറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ആഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അമുല്. ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ ഒരു പ്രേക്ഷകനാണ്. ഞാൻ 2014 അബേഡ് 4 പങ്കെടുക്കുന്നത്. ആ ധ്യാനവേളയിൽ എനിക്ക് ദൈവവുമായിട്ടുള്ളൊരു വലിയൊരു ബന്ധത്തിലേക്ക് എത്താൻ സാധിച്ചു. ആ ധ്യാനത്തിൻ്റെ സമയത്ത് ദൈവസ്നേഹമാണെന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥവും ആഴവും ഒക്കെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഞാൻ പണ്ട് പലപ്പോഴും ചെറുപ്പം പോലെ കേൾക്കുന്നൊരു കാര്യമാണ് ദൈവം സ്നേഹമാണെന്ന്. പക്ഷേ അതിനെത്രമാത്രം ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റിയത് ധ്യാനവേളയിലാണ്. അച്ഛൻ ഓരോ പ്രാവശ്യം ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു സമാധാനവും സ്നേഹവും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വന്ന് നിറയുന്നതായിട്ട് ഞാൻ അനുഭവിച്ചു. ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ ധ്യാനം കൂടുന്നത്. ഞാൻ ആദ്യമായിട്ട് സപ്ലൈ അടിക്കുകയും പിന്നെ സാമ്പത്തികമായിട്ട് വീട്ടിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാവുകയും രോഗപരമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാവുകയും അങ്ങനെ എല്ലാ വിധത്തിലും ഒന്ന് തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ധ്യാനം കൂടുന്നത്. എനിക്ക് മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിയത്തില്ല. പക്ഷെ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളൊക്കെ അവിടെ തന്നെ ഉണ്ടെങ്കിലും എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നുള്ള ഉറച്ച ബോധ്യമാണ്. പിന്നീട് മുന്നോട്ട് നടക്കാൻ എന്നെ ശക്തനാക്കുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് അറിയാത്ത സാഹചര്യത്തിൽ ഇതാണ് വഴി, ഇതിലൂടെ പോകാമെന്ന് പറയുന്നൊരു ദൈവം എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ജർമ്മനിയിലാണ്. ഇവിടെ മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെയൊക്കെ എത്തിയതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ പോലും മാത്രമാണ്. ഞാൻ അവിടെ ബിടെക് മെക്കാനിക്കൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ധ്യാനം കൂടുന്നത്. ദൈവത്തിനോടൊപ്പം ധ്യാനത്തിന് ശേഷം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നു. ഏകദേശം 2021 വരെ എനിക്ക് ചിറ്റൂരിൽ നാട്ടിലുണ്ടാകാൻ പറ്റുകയും ധ്യാനകേന്ദ്രത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ ഒരു 7 വർഷത്തോളം ഞാൻ അവിടെ പ്രേക്ഷിത വേല ചെയ്തു. അപ്പോൾ അതിലെനിക്ക് കിട്ടിയൊരു കാര്യം, എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടായൊരു ബോധ്യം, ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കാൻ, ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞ മത്തായി സുവിശേഷൻ പറഞ്ഞ വാക്കുകളാണ്. അതായത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിനോടൊപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ ഒപ്പം, അവയുടെ പ്രേക്ഷിത ടീമിൻ്റെ ഒപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഞാൻ ഒരിക്കലും ആ കാലഘട്ടത്തിൽ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്ത് വരികയും ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുകയും അങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷേ ദൈവം അത് എടുത്തുയർത്തി. കാരണം അതിനുള്ളൊരു സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ആ സമയത്ത് എനിക്കില്ലായിരുന്നു. പിന്നെ എനിക്ക് പറയത്തക്ക IELTS മാർക്കും ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ ദൈവം ഇവിടെ എത്തിച്ചു. ദൈവം മുന്നോട്ട് നടത്തുന്നു. കാരണം ഇവിടെ ആയിരുന്നെങ്കിലും, ഇവിടെ ഇപ്പോൾ ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ SMY എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, അതിനകത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. നമുക്ക് യുവജനങ്ങൾക്ക് എപ്പോഴും ഒരു ലഹരി ആവശ്യമാണ്. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ലഹരി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന ലഹരിയിൽ നിന്ന് ഞാനിപ്പോൾ അനുദിനം നുകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലഹരി അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അത് എങ്ങനെ എനിക്ക് പറഞ്ഞു, കാരണം ഇവിടെ എല്ലാത്തിനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ പബ്ബ്, ഡ്രഗ്സിന് ഡ്രഗ്സ്, എല്ലാത്തിനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ലഹരി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവായി മാറിയിരിക്കുകയാണ് ഈ സിറ്റുവേഷനിൽ. കാരണം ദൈവത്തിനോട് കൂടെ പ്രവർത്തിക്കുമ്പോൾ, ഓരോ ദൈവവേല ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും സന്തോഷമൊന്നും വേറെ ഒരു സാധനത്തിന് തരാൻ പറ്റുന്ന എന്നുള്ളൊരു ഉറച്ച ബോധ്യം ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. സോ നിങ്ങളെയും ആ ഒരു അബൈഡ് കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.